യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 36. സെന്നാകെരീബിൻ്റെ ആക്രമണം. ഹെസക്കിയ രാജാവിൻ്റെ 14-ാം ഭരണവർഷം അസിറിയ രാജാവായ സെന്നാകെരീബ് യൂദയായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ച് പിടിച്ചടക്കി. അസിറിയ രാജാവ് ലാക്കിഷിൽ നിന്ന് റബ്ഷക്കയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറുസലേമിൽ ഹെസക്കിയ രാജാവിന് നേർക്കയച്ചു. അവൻ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിൻ്റെ ചാലിനരികെ നിലയുറപ്പിച്ചു. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഹിൽക്കിയായുടെ പുത്രനായ എലിയാക്കീം എന്ന കൊട്ടാരം വിചാരിപ്പുകാരനും ഷെബ്ന എന്ന കാര്യവിചാരകനും ആസാഫിൻ്റെ പുത്രനായ യോവാഹ് എന്ന ദിനവൃത്താന്ത ലേഖകനും ചെന്നു. റബ്ഷക്കെ അവരോട് പറഞ്ഞു, ഹെസക്കിയായോട് പറയുക, മഹാനായ അസിറിയ രാജാവ് പറയുന്നു, നിന്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്ത്? വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിൻ്റെ ശക്തിയുമാകുമെന്ന് നീ വിചാരിക്കുന്നുവോ? എന്നെ എതിർക്കാൻ തക്കവിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത്? ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഊന്നി നടക്കുന്നവൻ്റെ ഉള്ളംകൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത്. ഈജിപ്റ്റ് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ, നിങ്ങൾ ഈ ബലിപീഠത്തിന് മുൻപിൽ മാത്രം ആരാധന നടത്തിയാൽ മതി എന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ നശിപ്പിച്ചത്? എൻ്റെ യജമാനനായ അസിറിയ രാജാവുമായി പന്തയം വയ്ക്കുക. നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികളുണ്ടെങ്കിൽ ഞാൻ 2000 കുതിരകളെ തരാം. രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനാ നായകനെയെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ദേശത്തിനു നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക. അപ്പോൾ എലിയാക്കീമും ഷെബ്നായും യോവാഹും കൂടി റബ്ഷക്കയോട് പറഞ്ഞു, നിന്റെ ദാസന്മാരോട് ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്കത് മനസ്സിലാകും. കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. റബ്ഷക്കെ മറുപടി പറഞ്ഞു, സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിലിരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനനോടും ഈ വാക്കുകൾ പറയാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? അനന്തരം റബ്ഷക്കെ എഴുന്നേറ്റ് നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഹാനായ അസിറിയ രാജാവിൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല. നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും. ഈ നഗരം അസീറിയ രാജാവിൻ്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. നിങ്ങൾ ഹെസക്കിയായുടെ വാക്ക് ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവ് പറയുന്നു, സമാധാന ഉടമ്പടി ചെയ്ത് നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും. ഞാൻ വന്ന് നിങ്ങളുടേതുപോലുള്ള ഒരു നാട്ടിലേക്ക്, ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് വരെ നിങ്ങൾ അങ്ങനെ കഴിയും.
കർത്താവ് നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഏതെങ്കിലും ജനതയുടെ ദേവൻ അസിറിയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ? ഹാമാത്തിൻ്റെയും അർപ്പാദിൻ്റെയും ദേവന്മാർ എവിടെ? സേഫാർ വയീമിൻ്റെ ദേവന്മാർ എവിടെ? സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചോ? ഈ രാജ്യങ്ങളിലെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളെ എൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത്? ജെറുസലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം? ജനം അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഹിൽക്കിയായുടെ പുത്രനും കൊട്ടാരം വിചാരിപ്പുകാരനുമായ എലിയാക്കീമും കാര്യവിചാരകനായ ഷെബ്നായും ആസാഫിൻ്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായ യോവാഹും ഹെസക്കിയായുടെ അടുത്ത് മടങ്ങി വന്ന് വസ്ത്രം കീറിക്കൊണ്ട് റബ്ശക്കേയുടെ വാക്കുകൾ അറിയിച്ചു. പ്രിയ ദൈവജനമേ, അസീറിയൻ രാജാവായ സെന്നാകെരീബ് യൂദയായിലെ ഉറപ്പുള്ള നഗരങ്ങളെല്ലാം പിടിച്ചടക്കി ജെറുസലേമിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന അതീവ ഭീതിജനകമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് 36-ാം അധ്യായം ആരംഭിക്കുന്നത്. ഹെസക്കിയ രാജാവിൻ്റെ ഭരണകാലത്ത് ദൈവജനത്തിൻ്റെ വിശ്വാസത്തെയും നിലനിൽപ്പിനെയും ചോദ്യം ചെയ്തുകൊണ്ട് റബ്ശാക്കയുടെ നേതൃത്വത്തിലുള്ള അസീറിയൻ സൈന്യം ജെറുസലേം മതിലിന് പുറത്തെത്തുകയാണ്. ശത്രു സൈന്യം ദൈവജനത്തെ പരിഹസിക്കുകയും അവരുടെ ദൈവത്തിലുള്ള വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നാം ഈ അധ്യായ ഭാഗത്ത് കാണുന്നത്. ഇസ്രായേലിൻ്റെ സൈനിക ബലഹീനതയെയും ഈജിപ്തുമായുള്ള അവരുടെ സഖ്യത്തിൻ്റെ പരാജയത്തെയും റബ്ശാക്കെ അതിരൂക്ഷമായി കളിയാക്കുന്നുണ്ട്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ജനതയുടെ ആത്മവീര്യം കെടുത്താനാണ് ലോകശക്തികൾ ഇവിടെ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ മതിലിന് പുറത്തെത്തി നിൽക്കുന്ന അവസ്ഥയെയാണ് ഈ ചരിത്ര സാഹചര്യം ഓർമ്മിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ രാജാവും ജനവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭയപ്പെടാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക എന്നതായിരുന്നു. ദൈവത്തെ വെല്ലുവിളിക്കുന്ന ലൗകിക ശക്തികളുടെ അഹങ്കാരവും, എന്നാൽ ആ വെല്ലുവിളികൾക്കിടയിലും നിശബ്ദത പാലിക്കുന്ന ദൈവജനത്തിൻ്റെ വിശ്വാസവുമാണ് ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം. കർത്താവിനെ നിസ്സാരക്കാരനായി കാണുന്ന റബ്ശാക്കയുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനമായിരുന്നു. ലൗകികമായ യുക്തികളും ഭീഷണികളും ഉപയോഗിച്ച് വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ ഇന്നും നിലനിൽക്കുന്ന തന്ത്രങ്ങളാണ് ഈ പ്രവചനത്തിലൂടെ അനാവൃതമാകുന്നത്. ഈ 36-ാം അധ്യായത്തിൽ ഏശയ്യാ പ്രവാചകൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള മുന്നറിയിപ്പുകളുടെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ശത്രുവിൻ്റെ വാക്കുകളോട് പ്രതികരിക്കരുതെന്ന ഹെസക്കിയ രാജാവിൻ്റെ നിർദ്ദേശം പ്രവാചകൻ പഠിപ്പിച്ച ആത്മസംയമനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതിഫലനമായിരുന്നു. വിഗ്രഹാരാധകരായ അസിറിയക്കാരുടെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധി ആസന്നമായിരിക്കുന്നുവെന്ന സത്യം ഈ സംഭവ വികാസങ്ങളുടെ അന്തർധാരയായി നിലനിൽക്കുന്നു. ദൈവത്തെ നിന്ദിക്കുന്നവർക്കും അഹങ്കരിക്കുന്നവർക്കും വരാനിരിക്കുന്ന പതനത്തെക്കുറിച്ച് ഈ അധ്യായം മൗനമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭൗതികമായ സുരക്ഷിതത്വം തകരുമ്പോൾ പ്രവാചകൻ്റെ ധീരമായ നിലപാടുകൾ ഹെസക്കിയ രാജാവിനും ജനത്തിനും വലിയ കരുത്താണ് പകരുന്നത്. ലോകശക്തികൾ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മധൈര്യം യേശയ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങളിൽ വളരെ പ്രകടമാണ്. ശത്രുവിൻ്റെ വെല്ലുവിളി കേട്ട് ജനങ്ങൾ നിശബ്ദരായി നിന്നത് അവർ ദൈവത്തിൻ്റെ ഇടപെടലിനായി കാത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ് എക്സോഡസ് 14:14, പുറപ്പാട് 14:14. അതുപോലെ തന്നെ സങ്കീർത്തന ഭാഗം 46-ാം അധ്യായം 10-ാം വാക്യം. സമകാലിക ലോകത്ത് സഭയ്ക്കും വിശ്വാസികൾക്കുമെതിരെ ഉയരുന്ന പരിഹാസങ്ങളെയും ഭീഷണികളെയും നേരിടാൻ നമ്മുടെ നിശബ്ദത, ദൈവത്തിൽ വിശ്വസിക്കുന്ന പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യുമ്പോഴുള്ള ആ സൈലൻസ്, അതാണ് ഉദ്ദേശിക്കുന്ന നിശബ്ദത. ആ നിശബ്ദതയും പ്രാർത്ഥനയും നമുക്ക് വലിയൊരു പാഠമാണ്. ഇന്ന് നാം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളോ രോഗപീഠകളോ ആകട്ടെ അസീറിയൻ സൈന്യത്തെ പോലെ അവ നമ്മെ ഭീഷണിപ്പെടുത്തിയേക്കാം. എന്നാൽ ലോകം നൽകുന്ന സഖ്യങ്ങളെക്കാൾ ദൈവത്തിൻ്റെ സംരക്ഷണം വലുതാണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ആത്മീയത. അതിന് സമ്പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. സമ്പൂർണ്ണ സമർപ്പണത്തിന് നമ്മെ തന്നെ ശൂന്യവൽക്കരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അഹങ്കാരമില്ലാത്ത ഒരു മനസ്സിൽ മാത്രമേ
ശൂന്യവൽക്കരണം ഇനീഷ്യേറ്റ് ആവത്തുള്ളൂ എന്നുള്ളത് തിരിച്ചറിയുക. ദൈവത്തിൻ്റെ നീതി ആസന്നമാണെന്നും ശത്രുവിൻ്റെ വിജയം മാത്രമാണെന്നും ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ശത്രുക്കൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെ നിന്ദിക്കുമ്പോൾ അന്നും ഇന്നും ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഇടപെടുമെന്ന വലിയ പ്രതീക്ഷയാണ് ഈ അധ്യായം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. കഷ്ടതകളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ കാരുണ്യം തൻ്റെ സ്വന്തം ജനത്തെ പൊതിയുന്നു എന്ന സത്യം ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നു. എന്തുമാത്രം സ്നേഹമാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നമ്മോടുള്ളത്. അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു ജനതയെ പിതാവ് ഒരിക്കലും കൈവിടില്ല എന്ന ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലാണിത്. ദുരന്തത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോഴും പ്രത്യാശയുടെ ഒരു കവാടം ദൈവം എപ്പോഴും തുറന്നിട്ടിരിക്കും എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെയൊക്കെ കുറവുകളെയും ബലഹീനതകളെയും ദൈവകൃപയാൽ മറികടക്കാൻ കഴിയുമെന്ന് ഈ ചരിത്ര രേഖ നമ്മെ ബോധ്യപ്പെടുത്തട്ടെ. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്കും ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നവർക്കും ദൈവം തന്നെ കോട്ടയായി മാറും, ഒരു സംശയവും വേണ്ട. അന്ധകാരത്തിൻ്റെ ശക്തികൾ എത്ര ശക്തമായാലും ദൈവത്തിൻ്റെ ഒരു വാക്കിനു മുൻപിൽ അവ പൂർണ്ണമായി തകർന്നടിയും എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ വിശ്വാസികളായ നമുക്ക് ഈ അധ്യായ ഭാഗം വലിയ ജാഗ്രതയുടെ ഒരു മുന്നറിയിപ്പും സന്ദേശവുമാണ് നൽകുന്നത്. ശത്രു സൈന്യം വാതിൽക്കൽ നിൽക്കുന്നത് പോലെ അന്ത്യകാലത്തെ പരീക്ഷകളും വെല്ലുവിളികളും തകർച്ചകളും വേദനകളും നമ്മെ ഇടയ്ക്കൊക്കെ തേടിയെത്താം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായി അത് ഒരു ആക്സിലറേറ്റഡ് പേസിലാണ് ഇപ്പോൾ നടക്കുക, ഒരു ടർബോ മോഡിൽ തന്നെ. ലോകം വാഗ്ദാനം ചെയ്യുന്ന വ്യാജ സമാധാനത്തിലും ഭൗതിക സുഖങ്ങളിലും കുടുങ്ങിപ്പോകാതെ ആത്മീയമായ ഒരുക്കത്തോടെ നാം നിൽക്കണം. കാരണം കർത്താവ് വരുമ്പോൾ അവിടുത്തെ വിശ്വസ്ത ദാസരായി കാണപ്പെടാൻ ഈ പ്രവചനങ്ങൾ നമ്മെ പ്രേരിപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അസീറിയയുടെ പതനം പോലെ തിന്മയുടെ മേലുള്ള ദൈവത്തിൻ്റെ വിജയം നിശ്ചിതമാണ് എന്ന് ബോധ്യപ്പെടാം. ആകയാൽ പ്രത്യാശയോടെ ശിരസ്സുകൾ ഉയർത്തി നമുക്ക് നിൽക്കാം. അതാണ് കർത്താവും ആവശ്യപ്പെട്ടത്. സംഭവിക്കാനിരിക്കുന്നത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഓടിപ്പോകേണ്ട, ഭയപ്പെടേണ്ട. നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കണം. കാരണം നിങ്ങളുടെ രക്ഷയുടെ സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിമോചകൻ ഇതാ ഒത്തിരി അടുത്ത് വന്നിരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശദീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ.